ഹലോ ഫ്രണ്ട്സ്, ബി ക്യൂ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ SLC ഹിസ്റ്ററിയിലെ ഫുൾ ചാപ്റ്റേഴ്സ് നമുക്ക് ഒരൊറ്റ നോട്ടത്തിലൊന്ന് ഓടിച്ച് നോക്കണം. എല്ലാ ചാപ്റ്റേഴ്സിനും, അതായത് ഫുൾ ചാപ്റ്റർ നമ്മൾ റിവിഷൻ ആണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ മോഡൽ എക്സാം ആണ്, നമ്മുടെ സോഷ്യലിൻ്റെയും മലയാളത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്തായത്. ഇത് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനുള്ള വീഡിയോ ആണ്. ഞാൻ മാക്സിമം മലയാളം ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്കെന്തായാലും തുടങ്ങാം, പെട്ടെന്ന് തീർക്കാം. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളം എനേബിൾ ചെയ്യുക. എങ്കിലും ഞാൻ ഇടുന്ന ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നമുക്ക് ഫോക്കസ് ഏരിയ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 3 റെവല്യൂഷൻസിൽ 3 അതായത് അമേരിക്കൻ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷൻ പിന്നെ റഷ്യൻ റെവല്യൂഷൻ. ഈ റെവല്യൂഷൻസ് എന്തായാലും പഠിച്ചിരിക്കണം, എക്സാമിന് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് വിടാതെ പഠിച്ചിരിക്കുക മുഴുവനായിട്ട്. അപ്പോൾ ഇതിൽ ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് സെൻറ്റർ ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്. അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അമേരിക്കൻ കോളനീസിനെ അവരുടെ സാധനങ്ങൾ വിൽക്കാനുള്ളൊരു മാർക്കറ്റാക്കി യൂസ് ചെയ്തു. പിന്നെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ടും യൂസ് ചെയ്തിരുന്നു. ഇതിനെയാണ് നമ്മൾ മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. അതും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് അങ്ങനെ പ്രത്യേകം കൂടിച്ചേർത്ത് എഴുതണം അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോഴേ അത് മെർക്കൻറ്റലിസം. അതായത് വാട്ട് ഈസ് മെർക്കൻറ്റലിസം എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാവുന്നതാണ്. ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ്. ദിസ് ഈസ് നോൺ ആസ് മെർക്കൻറ്റലിസം. അങ്ങനെ എഴുതിയാൽ മതി. അടുത്തായിട്ട് നമ്മളെ കോസസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ദ പോളിസീസ് ഓഫ് ഇംഗ്ലണ്ട്, മെർക്കൻറ്റലിസ്റ്റ് ലോസ്, തിങ്കേഴ്സ് ആൻഡ് ദെയർ ഐഡിയോളജീസ് ഇതൊക്കെ നമ്മൾ നോക്കണം. ഇംഗ്ലണ്ടിൻ്റെ പോളിസീസ്. ദ ബ്രിട്ടീഷ് കളക്ടഡ് ടാക്സ് ഫ്രം 13 കോളനീസ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്, ബട്ട് ദ കോളനീസ് ഹാഡ് നോ റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ദ സ്ലോഗൻ വാസ് റേസ്ഡ് ബൈ ദ പീപ്പിൾ ഹു അമേരിക്ക ആസ് പാർട്ട് ഓഫ് പവർഫുൾ അജിറ്റേഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കുക. അതായത് പോളിസീസാണ്, ടാക്സ് പോളിസീസാണ് ഇംഗ്ലണ്ട് ഉണ്ടാക്കിയത്. ജസ്റ്റ് നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്നല്ലോ. ബ്രിട്ടീഷ് കളക്ട് ടാക്സ്, അതായത് കൂടുതലായിട്ട് ടാക്സ് കളക്ട് ചെയ്തിരുന്നു 13 കോളനീസിൽ നിന്ന്. ജസ്റ്റ് അത്ര മാത്രം മതി. പിന്നെ മെർക്കൻറ്റലിസ്റ്റ് ലോസ് ആണ്, അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ്. അതായത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഷിപ്സ്, അതായത് ബ്രിട്ടീഷുകാർക്ക് സാധനം കൊണ്ടുപോകുന്നത് ഇത്ര ടാക്സ് കൊടുക്കണം, പിന്നെ അവരുടെ സ്റ്റാമ്പ് എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സിലും അടിച്ചിരിക്കണം, അങ്ങനെ ഓരോ ലോസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ലോസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. പിന്നെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാകും. നാളെ എക്സാമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിന് നിങ്ങൾ പബ്ലിക് എക്സാം ആയിട്ട് തന്നെ കരുതുക. നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക്കിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. ഓക്കെ, പിന്നെ തിങ്കേഴ്സ് ആണ് അമേരിക്കൻ റെവല്യൂഷനിലെ തിങ്കേഴ്സ്. ജെയിംസ് ഓട്ടിസ്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ജെയിംസ് ഓട്ടിസിൻ്റെ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, ഇത് 1 വേർഡ് ആയിട്ടൊക്കെ ടേബിൾ ഫില്ല് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. അപ്പോൾ അത് മറക്കാതിരിക്കുക കേട്ടോ. ജെയിംസ് ഓട്ടിസ്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പിന്നെ ജോൺ ലോക്കാണ് നമ്മുടെ അടുത്ത ഇതിലത്തെ ഐഡിയോളജി തിങ്കർ ആയിട്ട് വരുന്നത്. എവരി വൺ ഹാസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. ജോൺ ലോക്കാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. പിന്നെ അടുത്തത് തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ, ദർ ഇസ് സംതിങ് അബ്സർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ്. കോണ്ടിനെൻറ്റ് ഉദ്ദേശിച്ചിട്ടുള്ള നോർത്ത് അമേരിക്ക ആണ്. ഈ ബ്രാക്കറ്റിലിട്ട് നിങ്ങൾ നോർത്ത് അമേരിക്ക എന്ന് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തായാലും മാർക്ക് തരും. ബി പെർപ്പച്വലി ഗവർണഡ് ബൈ എ ഫോറിൻ പവർ, അതായത് ഇംഗ്ലണ്ട്. അപ്പോൾ ആ 3 തിങ്കേഴ്സിനെ ആലോചിച്ചിരിക്കുക. ജെയിംസ് ഓട്ടിസും നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പിന്നെ ജോൺ ലോക്ക്, എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. പിന്നെ തോമസ് പെയിൻ, ദർ ഇസ് സംതിങ് ആബ്സർഡ് ഇൻ എ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ് ടു ബി പെർപ്പച്വലി ഗവർണഡ് ബൈ എ ഫോറിൻ പവർ. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ഓർത്തിരിക്കുക. 3 ആളുകളുടെയും പേര് നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ചിലപ്പോൾ അവരുടെ ഐഡിയോളജീസ് തന്നിട്ടുണ്ടല്ലോ, ഐഡിയോളജീസ് നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻസ് ഇൻസിഡൻസ് ഓഫ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഫസ്റ്റിനായത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതണം. ബോസ്റ്റൺ ടീ പാർട്ടിൻ്റെ കാര്യം ഒന്നും എഴുതേണ്ട കാര്യമില്ല, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി ഓൺ 16 ഡിസംബർ 1773, ബിഗിനിങ് ഓഫ് ദ വാർ. ഇതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് ഓടിച്ച് പോകാം. അത് ബോസ്റ്റൺ ടീ പാർട്ടി 1773 നടന്ന, അതായത് ഡിസംബർ 16 നടന്ന ബോസ്റ്റൺ ടീ പാർട്ടി. അത് ഇവരുടെ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. പിന്നെ ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1774 ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അത് നിങ്ങൾ മറന്നു പോകാതിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്.
എന്താണ് അതിൽ അവിടെ നടന്ന സംഭവം എന്താണ്? ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ്, എല്ലാ കോളനിയിലെയും ഡെലിഗേറ്റ്സ് എന്ത് ചെയ്തു? അതായത് ജോർജിയയിൽ മറ്റേ ഫിലാഡൽഫിയയിൽ മീറ്റ് ചെയ്തു. അതും എന്തിനാണ്? പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷുകാർ ഇറക്കിയിട്ടുള്ള പോളിസീസിനെയും റൂൾസിനെയൊക്കെ ഇമ്പോസ് ചെയ്ത് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് അതിനോടൊക്കെ എന്ത് ചെയ്തു? അതിനെ ചോദ്യം ചെയ്യല. ഓക്കെ, അത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. 1770 ഇതിലും നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആ ഒരു ഫിലാഡൽഫിയ ജോർജിയ മെറ്ററ്റ് ഫിലാഡൽഫിയ, പിന്നെ 1774 ആണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ ഇയർ. ഓക്കെ, പിന്നെ അടുത്തതായിട്ടുള്ളത് കോളനി സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ് ഉദ്ദേശിച്ചുള്ളത്. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ എന്താണ് സംഭവം? അതായത് കോളനീസ് എന്ത് ചെയ്തു? ഒരു പെറ്റീഷൻ, രാജാവിനൊരു പെറ്റീഷൻ കൊടുത്തു. ദേ ഡിമാൻഡ് റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻ എൻഫോഴ്സ്ഡ് ബൈ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വായിച്ച് പഠിക്കുക. പിന്നെ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 എലക്റ്റഡ് ജോർജ് വാഷിങ്ടൺ ആണ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. 1775 ജോർജ് വാഷിങ്ടണിനെ എന്ത് ചെയ്തു? കമാൻഡർ ചീഫായിട്ട് നിയമിച്ചു കോണ്ടിനെൻ്റൽ ആർമിയുടെ. അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു പ്രധാന സംഭവമാണ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ നടന്നിട്ടുള്ളത്. അത് ആലോചിച്ച് വെക്കുക. അതിനുശേഷം പിന്നെ ത്രൂ ദ പാംപ്ലെറ്റ് ടൈറ്റിൽ കോമൺ സെൻസ്, തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ് വാസ് വൈസ് ഫോർ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. അപ്പോൾ തോമസ് പെയിൻ ഡിക്ലെയർ ചെയ്ത കോമൺ സെൻസ് എന്ന് പറയുന്നുള്ള ഈ ഒരു പോയിന്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ 4 ജൂലൈ 1776. ഓക്കെ, അതായത് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂ ചെയ്തത് ഡിക്ലറേഷൻ, അവരുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു ജൂലൈ 4. ഓക്കെ, ജൂലൈ 4 1776 1776. ദ ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അത് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് അവർ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ ചെയ്തത് അത് പ്രിപ്പയർ ചെയ്ത ആരാണെന്ന് ചോദ്യം. അതായത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ ദ നോർത്ത് അമേരിക്ക ദാറ്റ് ബിഗൺ വിത്ത് ദ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം എൻഡഡ് ഇൻ 1781. ഇംഗ്ലണ്ടും കോളനീസും, നോർത്ത് അമേരിക്കയിലുള്ള കോളനീസും എന്ത് ചെയ്തു? അവരുടെ യുദ്ധം അവസാനിപ്പിച്ചത് 1781 അത് ആലോചിക്കുക. പിന്നെ അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് 1783 ഇംഗ്ലണ്ടിൽ റെറ്റിഫൈഡ് ഫ്രീഡം ഓഫ് 13 കോളനീസ്. അതായത് ട്രീറ്റി ഓഫ് പാരീസിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? 1783 ഇവർക്ക് എന്ത് ചെയ്തു? ഫ്രീഡം അനുവദിച്ചു കൊടുത്തു. അതായത് സ്വതന്ത്രരാക്കി 13 കോളനികളെയും. പിന്നെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫിലാഡൽഫിയയിൽ മീറ്റ് ചെയ്തിട്ടുള്ളൊരു എന്ത് ചെയ്തു മീറ്റിങ്ങിൽ ജെയിംസ് മാഡിസൺ എന്ത് ചെയ്തു? അമേരിക്കൻക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു, ഫ്രെയിം ചെയ്തു. ജോർജ് വാഷിങ്ടൺ ബിക്കേം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ഓർക്കുക. ജോർജ് വാഷിങ്ടൺ ആണ് ഫസ്റ്റ് പ്രസിഡന്റ്, അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, വാട്ട് ഓൾ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്? ഓൾ ആർ ഈക്വൽ, എവറി വൺ ഹാസ് സർട്ടൈൻ റൈറ്റ്സ് ടു അച്ചീവ് റൈറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഗവൺമെൻറ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദോസ് ഹു റൂൾ. ദ പീപ്പിൾ ഹാവ് ദ പവർ ടു ചേഞ്ച് ഓർ അബോളിഷ് ദ ഗവൺമെൻറ്. അതായത് എന്താണ് ഈ ഹ്യൂമൻ റൈറ്റ് ഫ്രീഡം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായതെന്ന് ചോദിച്ചാൽ, അമേരിക്കൻ റവല്യൂഷൻ ഇൻഡിപെൻഡൻസിന് അമേരിക്കയുടെ അത് സ്വാതന്ത്ര്യം കിട്ടില്ല, അതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്നാണ്. ഓൾ ആർ ഈക്വൽ, അങ്ങനെ കുറച്ച് ഇതുണ്ട്, അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ റീഡ് ചെയ്ത് നോക്കാം. അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റിംഗ് ദി വാരിയസ് ഇവൻറ്റ്സ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതായത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്താ ഒരു ഫ്ലോ ചാർട്ട്, അത് നോക്കേണ്ടതില്ല, ജസ്റ്റ് ഞാൻ കൊടുത്തതാണ്. മെർക്കൻലിസ്റ്റ് ലോസും ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സ്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അതായത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് അമേരിക്കൻ റവല്യൂഷനിലുള്ള. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, ബോസ്റ്റൺ ടീ പാർട്ടി 16 ഡിസംബർ 1773, ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774, പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. പിന്നെ ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775, ജോർജ് വാഷിങ്ടൺ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി, തോമസ് പെയിൻ ഡിക്ലറേഷൻ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. ദ തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1776, Declaration of American Independence on 4th July 1776. England ratified the freedom of 13 colonies in 1783. Formation of the American Constitution. George Washington became the first president of the United States of America. ഇത് ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ടുള്ളത്. പിന്നെ ദ ഇമ്പാക്റ്റ് ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ഓൺ ലേറ്റർ വേൾഡ് ഹിസ്റ്ററി. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പാക്റ്റ് എന്ന്. അതായത് ഇവരുടെ ശേഷം
ബാക്കിയുള്ളവർക്ക് എന്താണ് ഇതിൽ നിന്ന് ഉപകാരമായതെന്ന ചോദ്യം. അത് ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവൻ എന്ത് ചെയ്തു, അത് അവർ ഡയറക്റ്റ് ചെയ്തു, അതായത് എന്താ പറയുക, മോട്ടിവേഷൻ കൊടുത്തു. ഭാവിയിൽ നടക്കുന്ന സ്ട്രഗിൾസിനും ഫ്രീഡത്തിനും ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ്. അതായത് ഭാവിയിൽ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾസിനും വാറിനുമൊക്കെ എന്ത് ചെയ്തു, റെവല്യൂഷൻസിനൊക്കെ ഇത് എന്ത് ചെയ്തു, വഴി കാണിച്ചു കൊടുത്തു. ഒരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം നമ്മുടെ ഗവൺമെൻറ് റിപ്പബ്ലിക്കാക്കി ഗവൺമെൻറ്റിനെ, അതാലോചിക്കുക. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ആശയം മുന്നോട്ട് വെച്ചു. പിന്നെ പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യമായിട്ട് എന്ത് ചെയ്തു, എഴുതപ്പെട്ട ഭരണഘടന നിർമ്മിച്ചു. പിന്നെ കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷ്യൂർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. അപ്പോൾ എന്ത് ചെയ്തു, ഫെഡറൽ സിസ്റ്റം എൻഷ്യൂർ ചെയ്തു. അതും ആലോചിച്ച് വെക്കുക. ഇതൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ, നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ പോകാം. ഫുള്ള് നമ്മൾക്ക്, അതായത് ഫുൾ ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്ത് തീർക്കണം. ഫ്രഞ്ച് റെവല്യൂഷനിൽ നിങ്ങൾ ഉറപ്പ് വരുത്തുക അതിൻ്റെ കോസസ്, എന്തൊക്കെ കാരണങ്ങൾ, അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. autocratic rule, the luxurious and extravagant life of kings, the social and economic inequality. The French society was divided into 3 strata. They were known as estate. അത് കോസസ് ആണ്. അതായത് അവിടുത്തെ രാജാക്കന്മാരുടെ അധിക ആഡംബര ജീവിതം കൊണ്ടുണ്ടായ കാരണങ്ങൾ. അതൊക്കെ നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം. ഇത് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കുക. അത് കോസസ് ഇത് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാം. പിന്നെ ഫസ്റ്റ് എസ്റ്റേറ്റ്, ക്ലർജി, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഫസ്റ്റ് എസ്റ്റേറ്റിൽ അതായത് അധികം പണക്കാർ, അതായത് എന്താ പറയുക, ഇത് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വളരെ അധികമുള്ള ആൾക്കാർ, ഇവർ ടാക്സ് ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും എന്ത് ചെയ്ത് ഫസ്റ്റ് എസ്റ്റേറ്റ്. ക്ലർജി മാൻസ് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ്, അത് ആലോചിച്ച് നോക്കുക. പിന്നെ സെക്കൻഡ് എസ്റ്റേറ്റ് നോബിലിറ്റി, തേർഡ് എസ്റ്റേറ്റ് എന്താണ്, മിഡിൽ ക്ലാസ് ആണ്, ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഓക്കെ. കോമൺസ് ആണ് തേർഡ് എസ്റ്റേജിൽ ഉണ്ടാവുക. അത്ര കാര്യങ്ങൾ ആലോചിച്ച് നോക്കാം. പിന്നെ ഐഡിയോളജീസ് ഓഫ് ദ തിങ്കേഴ്സ്, വോൾട്ടയർ, റൂസോ, അതായത് മോണ്ടസ്ക്യൂ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. റെഡിക്കോൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി, ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അവരെ പിക്ചർ സഹിതം കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ, ദ ലക്ഷറസ് ലൈഫ് ആൻഡ് സ്ക്വാണ്ടർ ഓഫ് ദ ബർബൻ കിങ്സ്, അവരുടെ രാജാക്കന്മാരുടെ ആഡംബരം കാരണങ്ങളൊക്കെയാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക, എന്നിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. അത് ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കാനുള്ള കാരണങ്ങൾ, അതിൻ്റെ കാരണങ്ങളാണ്. പിന്നെ ടെന്നീസ് കോർട്ട് ഓത്തൊക്കെ അതിൽ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കുക. ഒക്ടോബർ റെവല്യൂഷൻ, ഫെബ്രുവരി റെവല്യൂഷനൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി വെക്കണം. ഇനി വരുന്നതിലേക്കാണ് അതൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ നോക്കി വെക്കുക. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കവർ ചെയ്യുക. പിന്നെ പഠിച്ചതൊക്കെ നന്നായിട്ട് റിവിഷനും ചെയ്യുക. പിന്നെ ഗോൾസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, ഇവരുടെ ഗോൾസ്, അതായത് ലിബർട്ടി, ഈക്വലിറ്റി ആൻഡ് ഫെർട്ടനിറ്റി were the aims of ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ എയിംസ് എന്തൊക്കെയാണ്, ലിബർട്ടി, ഈക്വലിറ്റി ആൻഡ് ഫെർട്ടനിറ്റി, അത് മറക്കാതിരിക്കുക. പിന്നെ അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് സ്റ്റിമുലേറ്റ് ഓൾ ഓഫ് ദ ലേറ്റർ റെവല്യൂഷൻസ്. അപ്പോൾ അവരുണ്ടാക്കിയ എന്താണ്, നേരത്തെ നമ്മൾ അമേരിക്കേൻ്റെ ഇത് പറഞ്ഞല്ലോ, റിപ്പബ്ലിക്കനാണ് ഫസ്റ്റ് എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാക്കി, അതുപോലെ ഇതിനും ഉണ്ട് കുറച്ച് അതായത് സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്, ended the feudal system in Europe and threatened the autocratic rulers, proclaimed the nation is not merely a region but the people. അത് ഈ PDF ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വിച്ച് വാസ് പാസ്ഡ് ബൈ നാഷണൽ അസംബ്ലി, ഫ്രഞ്ച് റെവല്യൂഷൻ. Men are born and remain free and equal rights. The aim of the political associations, preservations of natural and indivisible right of man. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, വളരെ എളുപ്പമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിലെ ദേശീയ പാർട്ടി, അതായത് എന്താ പറയുക, അതായത് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസ്സാക്കിയ മനുഷ്യാവകാശ നയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊക്കെ ഈ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾ അവിടെ നോക്കുക. പിന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട് റെജിം. അത് നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്, അതായത് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക. നെപ്പോളിയൻ ബോണപ്പാർട്ട്സ് ഓട്ടോക്രാറ്റിക് റൂൾ ഇൻ ഫ്രാൻസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഫ്രം 1799 ഓൺവാർഡ്സ്. ഇൻ ഫ്രാൻസ് നാഷണലിസം സ്ട്രെങ്തൻഡ് ഡ്യൂറിംഗ് ദ റീജൻ ഓഫ് നെപ്പോളിയൻ. വൺ ബൈ വൺ ഇൻവേഡഡ് അതർ യൂറോപ്യൻ കൺട്രീസ്. അതായത് നെപ്പോളിയൻ്റെ ഭരണകാലത്തുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് കൊടുത്തുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് ഇവിടെ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തു. ഫാർമേഴ്സ് മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്, ഇത് കൃഷിക്കാർക്ക് അവരുടെ ഭൂമി വിട്ടുകൊടുത്തു. പിന്നെ സ്റ്റേറ്റ് കൺട്രോൾ ഓവർ ദ ക്ലർജി മാൻസിൻ്റെ ഇതിൽ കൺട്രോൾ കൊണ്ടുവന്നു. സിങ്കിങ് ഫണ്ട് ഏർപ്പെടുത്തി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നെപ്പോളിയൻ്റെ പിക്ചർ സഹിതം കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക.
പിന്നെ നമുക്ക് റിഫോംസ് എക്സാമിൻ ദ റിഫോംസ് ആൻഡ് പോളിസീസ് ഓഫ് നെപ്പോളിയൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഐഡിയോളജീസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ റിഫ്ലക്റ്റഡ് ഇൻ ദം. അപ്പോൾ ദ കൺസെപ്റ്റ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്, എക്സൈസ് സ്റ്റേറ്റ് കൺട്രോൾ ഓവർ ദ ക്ലർജി, സിങ്കിങ് ഫണ്ട്, ഇതൊക്കെ നെപ്പോളിയൻ്റെ പോയിന്റ്സ് ആണ്. പിന്നെ എൻഡ് ഫ്യൂഡലിസം അവസാനിപ്പിച്ചു. നാഷണലിസം, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്ക് ഓഫ് ഫ്രാൻസ്, ഇതൊക്കെ നെപ്പോളിയൻ്റെ പോയിന്റ്സ് ആണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം വരാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് വെച്ചൊരു ആക്ടിങ് ഉണ്ടായിരുന്നു ഫ്രാൻസിൽ. പേരെന്താണ്? മേരി ആൻറ്റൈനറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ബോക്സിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കുക, മേരി ആൻറ്റൈനറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ അടുത്തായിട്ട് വരുന്നത് റഷ്യൻ റെവല്യൂഷനാണ്. അതിൽ അവരുടെ കോസസ് എന്തൊക്കെയാണ്, റഷ്യൻ റെവല്യൂഷൻ്റെ കോസസ് എന്തൊക്കെയാണ്, ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സ്, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഈ PDF ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് റീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വലിയ റിവിഷൻ തന്നെയാവും ഫുൾ ചാപ്റ്റേഴ്സിൻ്റെയും. പിന്നെ ഫെബ്രുവരി റെവല്യൂഷൻ, ഒക്ടോബർ റെവല്യൂഷൻ, ഇതൊക്കെ മെയിൻ പോയിന്റ്സ് ആണ്, നിങ്ങളിത് വിടാതിരിക്കുക. പിന്നെ ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി, നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് സ്ട്രഗിൾസും ഫ്രീഡവും എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിലായി നമുക്ക് മെയിനായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയാം. ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യ. ഏർലി സ്ട്രഗിൾസ് എന്ന് പറയുന്ന 3 സ്ട്രഗിൾസാണ് ഗാന്ധിജീൻ്റെ ഏർലി സ്ട്രഗിൾസ് എന്ന് അറിയപ്പെടുന്നത്. ഒന്ന് ചെമ്പാരനിലുള്ള ഇൻഡിഗോ ഫാമേഴ്സിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളൊരു സ്ട്രഗിളാണ്. പിന്നെ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, പിന്നെ എന്താണ് ഇത് വേ ഓഫ് സ്ട്രഗിൾ, പീസ് ആൻഡ് കേദ സത്യാഗ്രഹം എന്ന് പറയും. ഇത് 3ആണ് ഗാന്ധിജീൻ്റെ എന്താണ് റിഫോംസ്, അതായത് ഏർലി സ്ട്രഗിൾ എന്ന് പറയാം. ഗാന്ധിജി നേരിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു, വലിയൊരാളായതല്ല. ഗാന്ധിജി വന്നതോടെ തുടക്കം, അതായത് 3 സത്യാഗ്രഹങ്ങളോടെ ആണ് ഗാന്ധിജി പ്രശസ്തമായത്, ഗാന്ധിജീൻ്റെ ഐഡിയോളജീസ് ഒക്കെ പ്രശസ്തമായത്. അപ്പോൾ ഇതെന്താണ് ഗാന്ധിജീൻ്റെ ഏർലി സ്ട്രഗിൾസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഏർലി സ്ട്രഗിൾസ് 3 പഠിച്ചിരിക്കുക. അത് ഖേദ സത്യാഗ്രഹവും, അഹമ്മദാബാദിൽ കോട്ടൺ മിൽ സ്ട്രൈക്കും, പിന്നെ ചമ്പാരനിൽ നീലം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹവും, അതും ആലോചിച്ചിരിക്കുക. ഇത് 3 പഠിച്ചിരിക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു കാര്യം പറയാം. അതായത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതായത് SSK പുറത്തിട്ടുള്ള വർക്ക് ഷീറ്റ് ഉണ്ട്, അതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വർക്ക് ഷീറ്റ് ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ കയറി എടുക്കാവുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഷീറ്റാണ്. അത് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് A+ വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത് നോക്കാം ഇനി. പിന്നെ നിങ്ങൾ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ PDF നിങ്ങൾ മുഴുവനായിട്ട് വായിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം ഇതിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമുക്ക് ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ള 4 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് അതിൽ വരുന്ന ഓരോ ചെറിയ പോയിന്റ് വരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ PDF എന്തായാലും നിർബന്ധമായിട്ട് വായിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് വായിക്കുക. നമുക്ക് എന്തായാലും SSKൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന് SSKയുടെ വർക്ക് ഷീറ്റിൽ വന്നിട്ടുള്ളതാണ്, ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ട്. ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഫ്രഞ്ച് റെവല്യൂഷനിലും ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മാൻ ഈസ് ബോൺ ഓൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്. ഇത് നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലാണ് വരിക, അതോ ഫ്രഞ്ച് റെവല്യൂഷനിലാണ് വരിക? ഇതിൽ ഏതിലാണ് വരുന്നതെന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷനിലാണ് വരുന്നത്. റൂസോ ആണ് പറഞ്ഞിട്ടുള്ളത് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ്. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ബോക്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പകരം നിങ്ങൾക്ക് ഇത് തന്നിട്ടുണ്ടാകും, ആരാണ് ഇത് പറഞ്ഞത്, റൂസോ ആണ് ഇത് പറഞ്ഞത്. ഓക്കെ. അങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന കാര്യമാണ്, ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഇതെവിടെയാണ്? നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലാണ്. ഇത് ആരാ പറഞ്ഞത്? നേരത്തെ പറഞ്ഞിരുന്നത് മറക്കരുത്. ഇത് ആരാ പറഞ്ഞത്? അതായത് നമ്മുടെ ജെയിംസ് ഓട്ടീസ് ആണ് അത് പറഞ്ഞിട്ടുള്ളത്, മറന്നു പോകാതിരിക്കാം. പിന്നെ അടുത്തായിട്ടുള്ള പോയിൻ്റാണ് എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. ഇത് നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലാണ് വരുന്നത്. അതാരാണ് പറഞ്ഞിട്ടുള്ളത്? ജോൺ ലോക്കാണ് അത് പറഞ്ഞത്. ഓക്കെ. പിന്നെ ലിബർട്ടി, ഈക്വലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷനിൽ വരുന്നതാണ്. ഓക്കെ. ഇതിൻ്റെ ആൻസേഴ്സ്, അതായത് ഈ PDF-ൻ്റെ ആൻസേഴ്സും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സും വെച്ച് പഠിക്കാം. അതായത് ഇതിൽ നമ്മളെ ഹിസ്റ്ററി മാത്രമല്ല ജോഗ്രഫിയിലും വരുന്ന ചാപ്റ്റേഴ്സും ഫോക്കസ് ഏരിയയിലായി വരുന്ന ചാപ്റ്റേഴ്സ് മുഴുവനും ഉണ്ട്. നിങ്ങളെന്തായാലും ഇത് മുഴുവൻ നോക്കുക. ഇത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ മെർക്കന്റൈലിസ്റ്റ് ലോസിൻ്റെ 3 പോയിന്റ്സ് ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആക്ടിവിറ്റി 3 ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇയർ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനത്തെ കുറേ ടേബിൾസും കാര്യങ്ങളൊക്കെ ഈ PDF-ലുണ്ട്. നിങ്ങൾക്ക് ഇത് ഈ PDF മുഴുവൻ പഠിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത് ഷുവർ A+ PDF ആണ്. നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, A+ കിട്ടുന്ന ഉറപ്പാണ് ഇത് മുഴുവൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ.
അപ്പോൾ ഇതിൽ ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 2 PDF-ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അധികം സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ പോവുക, നിങ്ങൾ വായിക്കുക. പിന്നെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് എഴുതി നോക്കുക. പിന്നെ ടൈം വെച്ചിട്ട് നോക്കുക. മോഡൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ പിന്നെയും നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കുക. എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതായത് ടൈം മാനേജ് ആയി കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ PDF-ലെ വർക്ക്ഷീറ്റ് മുഴുവൻ ചെയ്ത് നോക്കുക. വർക്ക്ഷീറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഇങ്ങനെ തരം തിരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾ അധികം ചെയ്യേണ്ട. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെന്തായാലും ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറുക, കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും A+ ഇട്ടിട്ട് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ, സൈനിങ് ഓഫ്.